ഈ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടെങ്കിൽ എത്ര ധനികനായാലും ഭിക്ഷക്കാരനായി മാറും. ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ലക്ഷ്മി കടാക്ഷം ഇല്ലാതാകും. കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ആരുടെ വീട്ടിലാണോ ഈ സാധനങ്ങൾ ഉള്ളത് അവരുടെ വീട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ വരും. ഈ സാധനങ്ങൾ പുറത്തെടുത്ത് കളയുന്നതുവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ല. വീട്ടിലുള്ള സാധനങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര ശ്രദ്ധ കാണിക്കുന്നുവോ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചും അത്രയും ശ്രദ്ധ കാണിക്കണം. വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ആദ്യത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിലുള്ള ബക്കറ്റാണ്. അതെ, വീട്ടിലോ ബാത്റൂമിലോ മഞ്ഞ നിറത്തിലുള്ള ബക്കറ്റ് ഉണ്ടാകാൻ പാടില്ല. ഉപയോഗിക്കാനും പാടില്ല. മഞ്ഞ നിറത്തിലുള്ള ബക്കറ്റ് ആരുടെ വീട്ടിലാണോ ഉള്ളത് അവരുടെ വീട്ടിൽ എന്നും ഏതെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. അനാവശ്യമായി പണമെല്ലാം ചെലവായി പോകും. ലക്ഷ്മി കടാക്ഷം കുറയും. അതുകൊണ്ട് ആരും വീട്ടിൽ മഞ്ഞ നിറത്തിലുള്ള ബക്കറ്റുകൾ വെക്കരുത്, ഉപയോഗിക്കരുത്. അതുപോലെ പൊട്ടിയ ബക്കറ്റുകളും വീട്ടിൽ വെക്കരുത്. ഏത് നിറത്തിലുള്ള ബക്കറ്റായാലും അത് പൊട്ടിയാൽ അത് പുറത്തെടുത്ത് കളയണം, അല്ലാതെ വീട്ടിൽ വെക്കരുത്. ബാത്റൂമിൽ കറുപ്പ്, നീല അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ബക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ പൊട്ടിയ കണ്ണാടിയാണ്. പൊട്ടിയ കണ്ണാടികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകില്ല. ഏത് ജോലി തുടങ്ങിയാലും തടസ്സങ്ങൾ നേരിടും. എപ്പോഴും ദേഷ്യം വരും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും വീട്ടിൽ പൊട്ടിയ കണ്ണാടി വെക്കരുത്. ബാത്റൂമിലാകട്ടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അടുത്താകട്ടെ പൊട്ടിയ കണ്ണാടികൾ വെക്കരുത്. പൊട്ടിയ കണ്ണാടികൾ, വിള്ളലുകളുള്ള കണ്ണാടികൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. നമ്മുടെ കയ്യിൽ കെട്ടുന്ന വാച്ചിലെ കണ്ണാടി പൊട്ടിയാൽ ഉടൻ തന്നെ അത് മാറ്റണം. അല്ലാതെ ആ പൊട്ടിയ കണ്ണാടി ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ ആ വാച്ച് വഴി ദാരിദ്ര്യം വരും. അതുകൊണ്ട് പൊട്ടിയ കണ്ണാടികൾ വീട്ടിൽ വെക്കരുത്. ഇനി മൂന്നാമത്തെ വസ്തു എന്താണെന്ന് വെച്ചാൽ 2 കട്ടിലുകൾ. അതെ, ഭാര്യയും ഭർത്താവും കിടക്കുന്ന കിടപ്പുമുറിയിൽ ഡബിൾ ബെഡുകൾ അസ്ലം ഉണ്ടാകരുത്. ബെഡ് റൂമുകളിൽ എപ്പോഴും ഒരു കട്ടിൽ മാത്രം ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. 2 കട്ടിലുകൾ ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകും. തീരാത്ത കഷ്ടപ്പാടുകൾ വരും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കുറയും. അതുകൊണ്ട് ബെഡ്റൂമിൽ ഒരിക്കലും 2 കട്ടിലുകൾ ഉണ്ടാകരുത്. ഒരു കട്ടിൽ മാത്രം ഉണ്ടാകണം. അതുപോലെ നാലാമത്തെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയ പൂക്കളും ഇലകളും. പലരും പൂജ മുറിയിൽ ദൈവത്തിന് പൂക്കൾ അലങ്കരിച്ച് പൂജ ചെയ്യും. പക്ഷേ ആ പൂക്കൾ ഉണങ്ങുന്നതുവരെ അവയെ മാറ്റാതെ അതുപോലെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കും. പക്ഷേ അങ്ങനെ സൂക്ഷിക്കരുത്. ദൈവത്തിന് സമർപ്പിച്ച പൂക്കൾ 1-2 ദിവസത്തിനുള്ളിൽ എടുത്ത് ഏതെങ്കിലും കവറിൽ ഇട്ട് എവിടെയെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കണം. ഈ നിർമാല്യം എല്ലാവരും നടക്കുന്ന സ്ഥലത്ത് ഇടരുത്. ദോഷം ചുറ്റും. ലക്ഷ്മി കടാക്ഷം കുറയും. അതുപോലെ ചിലർ വാതിൽക്കൽ മാവിൻ തോരണങ്ങൾ കെട്ടി അവയെ അങ്ങനെ വിടും. മാവിൻ ഇലകൾ ഉണങ്ങിയാലും അവയെ എടുക്കില്ല. പക്ഷേ വീടിന്റെ മുന്നിൽ അങ്ങനെ ഉണങ്ങിയ മാവിൻ ഇലകൾ ഉണ്ടാകരുത്. ഉണങ്ങിയ മാവിൻ ഇലകൾ കാരണം വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി വരും. വീടിന് ദാരിദ്ര്യം വരും. അതുകൊണ്ട് വീടിന്റെ മുന്നിൽ ഉണങ്ങിയ മാവിൻ ഇലകൾ ഉണ്ടെങ്കിൽ അവയെ ഉടൻ തന്നെ നീക്കം ചെയ്യുക. ഇങ്ങനെ ഉണങ്ങിയ പൂക്കളും ഉണങ്ങിയ ഇലകളും ഇല്ലാതെ നോക്കുക. അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം കുറയും. അതുപോലെ പൂജ മുറിയിൽ ഒടിഞ്ഞ വിഗ്രഹങ്ങളും കീറി ഫോട്ടോകളും സൂക്ഷിക്കരുത്. മുറിയിൽ പഴകി വിഗ്രഹങ്ങളോ ദേവന്റെ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പൂജയ്ക്ക് ഒരു പുണ്യഫലവും ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ പൊട്ടിയ അല്ലെങ്കിൽ ഒടിഞ്ഞ ദേവന്റെ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവയെ നീക്കം ചെയ്യുക. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ ദേവന്റെ ചിത്രങ്ങൾ ഒരിക്കലും വൃത്തിയാക്കരുത്. ശനിയാഴ്ച ദിവസം മാത്രം ദേവന്റെ ചിത്രങ്ങൾ വൃത്തിയാക്കണം. പല സ്ത്രീകളും നൈറ്റികൾ ധരിച്ച് പൂജ ചെയ്യും. നൈറ്റികൾ ധരിച്ച് പൂജ ചെയ്യരുത്. അതുപോലെ പലരും താജ്മഹലിനെ സ്നേഹത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. താജ്മഹലിന്റെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ വാസ്തുപ്രകാരം താജ്മഹലിന്റെ ചിത്രം വീട്ടിൽ വെക്കാൻ പാടില്ല. താജ്മഹൽ മുംതാസ് ബീഗത്തിന്റെ ശവകുടീരമാണ്. ഹിന്ദു പാരമ്പര്യമനുസരിച്ച് വീട്ടിൽ ശവകുടീരങ്ങളുടെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. അതിനാൽ വീട്ടിൽ താജ്മഹലിന്റെ ചിത്രങ്ങൾ സൂക്ഷിക്കരുത്.
താജ്മഹലിന്റെ ചിത്രം മാത്രമല്ല, വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങൾ, യുദ്ധത്തിന്റെ ചിത്രങ്ങൾ, ക്രൂർ മൃഗങ്ങളായ കടുവകൾ, സിംഹങ്ങൾ, ചെന്നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങളും വീട്ടിൽ സൂക്ഷിക്കരുത്. ഇവ മനുഷ്യരിലെ അക്രമവാസനയെ സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ പെയിന്റിങ്ങുകളും വീട്ടിൽ സൂക്ഷിക്കരുത്. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ചിലന്തിവൽ കണ്ടാൽ എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്യുക. വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിൽ ചിലന്തിവൽ ഉണ്ടായിരിക്കുന്നത് മാനസിക സങ്കീർണതകൾക്ക് കാരണമാകും. കൂടാതെ പ്രതികൂല ഊർജത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ചിലന്തിവല വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മിദേവിക്ക് ഇഷ്ടമല്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുടുംബാംഗങ്ങളിൽ മടി, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതികൂലത എന്നിവ ഉണ്ടാകും. അതിനാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചിലന്തിവല ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകും. അതുപോലെ ചിലർക്ക് പഴയ പത്രങ്ങൾ ശേഖരിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്ന ശീലമുണ്ട്. യഥാർത്ഥത്തിൽ പഴയ പത്രങ്ങൾ പ്രതികൂല ഊർജത്തിന്റെ ആവാസകേന്ദ്രമാണ്. ഇവ വീട്ടിൽ അലങ്കോലപ്പെട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കും. പഴയ പത്രങ്ങൾ പൊടിയും അഴുക്കും ആകർഷിക്കുന്നതിനാൽ അവ വീട്ടിൽ ഉണ്ടെങ്കിൽ പല രോഗങ്ങളും ഉണ്ടാകാം. അതുപോലെ അടുക്കളയിൽ ചൂലുകൾ വെക്കുന്നതും ചവറ്റുകുട്ടകൾ വെക്കുന്നതും നല്ലതല്ലെന്ന് വാസ്തുശാസ്ത്ര വിദഗ്ധർ പറയുന്നു. വിവാഹിതരായ സ്ത്രീകൾ കുളിച്ചതിന് ശേഷം നനഞ്ഞ കൈകളോടെ നെറ്റിയിൽ കുങ്കുമം തൊടരുത്. അങ്ങനെ ചെയ്താൽ ഭർത്താവിന് ദോഷം സംഭവിക്കും. പലരും ഞായറാഴ്ചകളിൽ മുടി വെട്ടാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വേദപണ്ഡിതർ പറയുന്നു. ഞായറാഴ്ചകളിൽ മുടി വെട്ടുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കും. സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖം എപ്പോഴും കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ ആയിരിക്കണം. സ്ത്രീകൾ ഇങ്ങനെ പാചകം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കും. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. പലരും രാവിലെ ഉറക്കമുണർന്ന ഉടൻ കണ്ണാടിയിൽ മുഖം നോക്കാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രമനുസരിച്ച് ഇത് ശുഭകരമല്ല. സുമംഗലികളായ സ്ത്രീകൾ ഒരിക്കലും കണ്ണീർ പൊഴിക്കരുത്. ഇത് മാതൃഗൃഹത്തിനും ഭർതൃഗൃഹത്തിനും ദാരിദ്ര്യം കൊണ്ടുവരും. പലരും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിച്ച പാത്രത്തിൽ തന്നെ കൈ കഴുകാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മാതൃഗൃഹത്തിലെ മകൾക്ക് വെള്ളിയാഴ്ച മേൽപ്പീലി വാങ്ങിക്കൊടുത്താൽ മാതാപിതാക്കൾക്ക് ധാരാളം പണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മാതാപിതാക്കളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ സന്തോഷത്തോടെയും സമ്പത്തോടുകൂടിയും ജീവിക്കുമെന്നും ജ്യോതിഷ് വിദഗ്ധർ പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പോലും ഉപ്പ് താഴെ വീഴരുത്. അങ്ങനെ ഉപ്പ് താഴെ വീണാൽ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയ ശേഷം വീട് തൂത്തുവാരരുത്. ഇങ്ങനെ ചെയ്താൽ പോയ കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അതുപോലെ ചൂലും ചവർ വാരിയെടുക്കുന്ന പാത്രവും ഒരേ സ്ഥലത്ത് വെക്കരുത്. നിങ്ങളുടെ വീട്ടിൽ പുതിയ ചൂൽ വാങ്ങണമെങ്കിൽ ശനിയാഴ്ച മാത്രം വാങ്ങുക. മറ്റ് ദിവസങ്ങളിൽ ചൂൽ വാങ്ങരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ചൂൽ കാണാത്ത രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം പുറത്തുനിന്നുള്ള ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ചൂൽ കണ്ടാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഐശ്വര്യം അവരോടൊപ്പം പുറത്തുപോകും. നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടുകൾ വരാതെ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഈ നിയമങ്ങൾ പാലിക്കണം. അതുപോലെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ മുൻപ് പറഞ്ഞ വസ്തുക്കൾ വീട്ടിൽ വെക്കരുത്. അതുകൊണ്ട് എല്ലാവരും ഈ നിയമങ്ങൾ പാലിക്കുക. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുക. ഇനി ഇപ്പോൾ കട്ടിലിൽ അബദ്ധത്തിൽ പോലും വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്നും വിശദമായി അറിയാം. കട്ടിലിൽ വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ വെച്ചാൽ സമ്പത്ത് നഷ്ടപ്പെട്ട് ദാരിദ്ര്യം വരും. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കണമെങ്കിൽ ചില ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെന്നും ധനലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കാൻ ചില നിയമങ്ങൾ തീർച്ചയായും പാലിക്കണമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു. ഇതിൽ പ്രധാനമായി നമ്മൾ കട്ടിലിൽ ചില വസ്തുക്കൾ വെച്ചാൽ ലക്ഷ്മി ദേവിക്ക് കോപം വന്ന് ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. വീട്ടിൽ ധന നഷ്ടം വന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും കഠിനമായ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരികയും ചെയ്യും. ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ കട്ടിലിൽ വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി അറിയാം. ആദ്യമായി മഞ്ഞൾ, കുങ്കുമം, അഗർബത്തികൾ, കർപ്പൂരം പോലുള്ള ഒരു കാരണവശാലും കട്ടിലിൽ വെക്കരുത്. കട്ടിൽ ഭോഗസ്ഥാനമായതുകൊണ്ട് കട്ടിലിൽ ഒരിക്കലും പവിത്രമായി കരുതുന്ന മഞ്ഞൾ, കുങ്കുമം, പൂജാസാമഗ്രികൾ, പഴങ്ങൾ, വെറ്റില എന്നിവ വെക്കരുത്. ഇങ്ങനെ കട്ടിലിൽ വെച്ച വസ്തുക്കൾ ഭഗവാന് നിവേദിച്ചാലും പ്രയോജനമുണ്ടാകില്ല. അതുകൊണ്ട് കട്ടിലിൽ ഒരു കാരണവശാലും ഭഗവാനുമായി
ബന്ധപ്പെട്ടതോ ഭഗവാന് നിവേദിക്കാൻ കൊണ്ടുവന്നതോ ആയ പദാർത്ഥങ്ങൾ, ദൈവത്തിന്റെ അടുത്ത് വെക്കുന്ന പൂജാസാമഗ്രികൾ എന്നിവ വെക്കരുത്. അതുപോലെ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന പൂക്കളോ പഴങ്ങളോ പോലും കട്ടിലിൽ ഒരു കാരണവശാലും വെക്കരുത്. അതുമാത്രമല്ല, കഴിക്കുന്ന പദാർത്ഥങ്ങൾ ഒരിക്കലും കട്ടിലിൽ വെക്കരുത്. അങ്ങനെ വെക്കുന്നത് ദാരിദ്ര്യം വരുത്തിവെക്കും. പലരും കട്ടിലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലക്ഷ്മി ദേവിക്ക് കോപം വരും. അതുപോലെ മുത്തുകൾ ഒരിക്കലും കട്ടിലിൽ വെക്കരുത്. കട്ടിലിൽ സാലിഗ്രാമങ്ങൾ, രുദ്രാക്ഷങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ എന്നിവ വെക്കരുത്. മരതക ആഭരണങ്ങളും അച്ചാറുകളും ഒരിക്കലും കട്ടിലിൽ വെക്കരുത്. കട്ടിലിൽ ഈ വസ്തുക്കൾ വെക്കുന്നത് ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെടുത്തും. പല വീടുകളിലും അലമാരയിൽ നിന്ന് ആഭരണങ്ങൾ പുറത്തെടുത്ത ശേഷം ഉടൻ തന്നെ കട്ടിലിൽ വെച്ച് നോക്കാറുണ്ട്. ഉണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. കട്ടിലിൽ സ്വർണം വെക്കുന്നത് വീണ്ടും വീണ്ടും സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ കുടുംബാംഗങ്ങളെ എത്തിക്കുമെന്നും അത് ദോഷത്തിന് കാരണമാകുമെന്നും ശാസ്ത്രങ്ങൾ പറയുന്നു. സ്വർണ്ണാഭരണങ്ങൾ അലമാരയിൽ വെച്ചാൽ അത് കൂടുതൽ സ്വർണത്തെ ക്ഷണിച്ചു വരുത്തും. കാലം അനുകൂലമാവുകയും വീണ്ടും സ്വർണം വാങ്ങാൻ കഴിയുകയും ചെയ്യും. അതേ സ്വർണം കട്ടിലിൽ വെച്ചാൽ അത് പുതിയ സ്വർണം വാങ്ങാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അത് പുറത്തേക്ക് പോകാനും ശ്രമിക്കും. ഈ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പലരുടെയും വീടുകളിൽ എത്ര സ്വർണമുണ്ടായിട്ടും അത് എപ്പോഴും ബാങ്കുകളിൽ തന്നെ ഇരിക്കുന്നത്. അതുപോലെ പലരും ആഞ്ജനേയ സ്വാമിയുടെയും മറ്റ് ദൈവങ്ങളുടെയും ചിത്രങ്ങൾ തലയിണക്കടിയിൽ വെച്ച് ഉറങ്ങാറുണ്ട്. രാവിലെ ഉണരുമ്പോൾ ദൈവത്തിന്റെ ചിത്രം കണ്ട് അതിനുശേഷം ജോലികൾ ആരംഭിക്കാറുണ്ട്. എന്നാൽ കട്ടിലിൽ തലയിണക്കടിയിൽ ദൈവത്തിന്റെ ചിത്രങ്ങൾ വെക്കുന്നത് ഒട്ടും നല്ലതല്ല. കട്ടിൽ ഒരിക്കലും യോഗസ്ഥാനമോ ഐശ്വര്യസ്ഥാനമോ അല്ലെന്നും അത് കേവലം ഭോഗസ്ഥാനം മാത്രമാണെന്നും വാസ്തു ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് കട്ടിലിൽ ഒരു കാരണവശാലും തോന്നിയ വസ്തുക്കൾ വെക്കരുത്. ദൈവത്തിന്റെ ചിത്രങ്ങൾ ഒരു കാരണവശാലും വെക്കരുത്. രാവിലെ ഉറക്കമുണർന്ന ശേഷം കട്ടിലിലെ പുതപ്പ് എടുത്ത് ഭംഗിയായി മടക്കി വെച്ചതിനു ശേഷം പുറത്തേക്ക് വരണം. പുതപ്പ് കട്ടിലിൽ വലിച്ചെറിയരുത്. ഏത് വീട്ടിലെ ആളുകളാണോ പുതപ്പ് മടക്കി വെക്കാതെ അങ്ങനെ ഉപേക്ഷിക്കുന്നത്, ആ വീട്ടിലേക്ക് ദാരിദ്ര്യ ദേവത ആകർഷിക്കപ്പെടും. അതുകൊണ്ട് കട്ടിലിലെ പുതപ്പ് മടക്കി വെക്കണം. ചിലർ കട്ടിലിൽ തലയിണക്കടിയിൽ പണം ഒളിപ്പിക്കാറുണ്ട്. പണത്തെ നമ്മൾ പവിത്രമായി കാണണം. അപ്പോഴേ നമ്മുടെ അടുത്ത് ലക്ഷ്മി ദേവി നിലനിൽക്കൂ. അതുകൊണ്ട് പണം കട്ടിലിൽ തലയിണക്കടിയിൽ വെക്കരുത്. പണം തലയിണക്കടിയിൽ വെച്ചാൽ ലക്ഷ്മി ദേവിയെ വെച്ചതിന് തുല്യമാകും. അപ്പോൾ അവർക്ക് ശ്വാസം മുട്ടും. അതുപോലെ പണം നമ്മൾ കട്ടിലിനടിയിലോ തലയിണക്കടിയിലോ വെക്കരുത്. അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി കട്ടിലിൽ വെക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി കട്ടിലിൽ വെച്ചാൽ ആ പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. പക്ഷേ വീണ്ടും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടാകില്ല. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഓർമ്മിക്കുകയും ഈ സാധനങ്ങൾ കട്ടിലിൽ വെക്കാതിരിക്കുകയും ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും അങ്ങനെയല്ലാതെ അവഗണിച്ചാൽ സമ്പാദിച്ചതും നഷ്ടപ്പെടുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു. ഇനി ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് എന്ത് സാധനങ്ങൾ വെക്കരുത് എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം. ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് അബദ്ധത്തിൽ പോലും ഈ സാധനങ്ങൾ വെക്കരുത്. രാത്രി ഉറങ്ങുമ്പോഴോ പകൽ ഉറങ്ങുമ്പോഴോ തലയുടെ അടുത്ത് ഈ സാധനങ്ങൾ വെക്കരുത്. ഈ സാധനങ്ങൾ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ കഷ്ടത്തിലാകും. ലക്ഷ്മി കടാക്ഷം കുറയുമെന്ന് സിദ്ധശാസ്ത്രം പറയുന്നു. മാത്രമല്ല നല്ല ഉറക്കവും ലഭിക്കില്ല. തലയുടെ അടുത്ത് ഈ സാധനങ്ങൾ വെച്ച് ഉറങ്ങിയാൽ ദുസ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ ശരീരത്തിലേക്ക് ദുഷ്ടശക്തികൾ അഥവാ നെഗറ്റീവ് എനർജി പ്രവേശിക്കും. ഓരോ മനുഷ്യനും ഉറക്കം വളരെ അത്യാവശ്യമാണ്. കഷ്ടമായാലും സുഖമായാലും നമ്മുടെ ജീവിതത്തിൽ ഉറക്കം ഒരു വിശ്രമചിഹ്നമാണ്. എല്ലാം മറക്കുന്ന ഒരു ഹ്രസ്വകാല മരണം. ഉറക്കം വന്നാൽ എവിടെ എങ്ങനെ ഉറങ്ങുന്നു എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഉറക്കം സുഖമറിയാത്തതാണെന്ന് മുതിർന്നവർ പറയുന്നത്. ഉറക്കത്തിൽ തരംതിരിവുകൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നിണ്ടാര രാജു നിദ്രിച്ചു നിദ്രയു ഒക്കട്ടെ അണ്ടനെ ബണ്ടു നിദ്രയു ഒക്കട്ടെ എന്ന് അന്നമയ്യ തീർപ്പു കൽപ്പിച്ചത്. ആഹാരം കൂടാതെ മനുഷ്യൻ ഒരു മാസത്തിൽ കൂടുതൽ ജീവിച്ച സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഉറങ്ങാതെ 11 ദിവസത്തിൽ കൂടുതൽ ജീവിച്ച രേഖകൾ ഇല്ല. ഉറങ്ങുമ്പോൾ നടക്കുന്ന എല്ലാ ജൈവപ്രവർത്തനങ്ങളും ശരീരത്തെ ദൃഢവും ആരോഗ്യകരവുമാക്കാൻ ശ്രമിക്കുന്നു. ഉറങ്ങുമ്പോൾ രോഗപ്രതിരോധ ശേഷി, പേശികൾ, നാഡീവ്യൂഹം എന്നിവയെല്ലാം ശക്തിപ്പെടുന്നു. ഉണർന്നിരിക്കുമ്പോൾ തലച്ചോർ ധാരാളം ഊർജം ഉപയോഗിക്കുന്നു. ഗാഢനിദ്രയിൽ തലച്ചോറിനും ശരീരത്തിനും ഊർജം അധികം ആവശ്യമില്ല. കോശവിഭജനത്തിന് സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോണുകളും അവയ്ക്ക് ഊർജം നൽകുന്ന രാസവസ്തുക്കളും കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നു.
ഉറക്കത്തിൽ തലച്ചോർ വിശ്രമിക്കുന്നതുകൊണ്ട് ഉണർന്നതിനു ശേഷം ചിന്ത, വിശകലനം, വികാരങ്ങൾ തുടങ്ങിയ മാനസിക പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും സാധാരണ നിലയിൽ സജീവമായി നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഉറക്കത്തിൽ നമ്മുടെ ദഹനവ്യവസ്ഥയും സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു. ഇൻസുലിൻ നിയന്ത്രണത്തിലായിരിക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഉറക്കം ജീവിതത്തിന് പുതിയ ഉന്മേഷം നൽകുന്നു. ഉറക്കം മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. ഉറങ്ങുന്ന സമയത്ത് മനുഷ്യ ശരീരം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു. ഇന്നത്തെ ആധുനിക കാലത്ത് മനുഷ്യന് ഉറക്കം, നല്ല ഗാഢമായ ഉറക്കം ലഭിക്കുന്നത് കുറയും. മതിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ഏകാഗ്രത നഷ്ടപ്പെടുത്തുകയും വൈകാരികമായി പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യും. കൂടുതൽ അസ്വസ്ഥത, സമ്മർദ്ദം, ദേഷ്യം, ദുഃഖം, മാനസിക ക്ഷീണം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കം വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പലർക്കും ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ല. അതിന് കാരണം ഈ വസ്തുക്കൾ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങുന്നതാണ് എന്ന് വിദഗ്ധർ പറയുന്നു. അതുമാത്രമല്ല, ഉറങ്ങുമ്പോൾ ഈ വസ്തുക്കൾ തലയുടെ അടുത്ത് വെച്ചാൽ തീർച്ചയായും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് വെക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. രാത്രിയാകട്ടെ പകലാകട്ടെ, നിങ്ങൾ എപ്പോൾ ഉറങ്ങിയാലും നിങ്ങളുടെ തലയുടെ അടുത്ത് അബദ്ധത്തിൽ പോലും പത്രങ്ങൾ, പുസ്തകങ്ങൾ, മാസികകൾ എന്നിവ വെക്കരുത്. പലർക്കും ഉറങ്ങുന്നതിന് മുൻപ് പുസ്തകങ്ങളും ന്യൂസ് പേപ്പറുകളും വായിക്കുന്ന ശീലമുണ്ട്. അതുകൊണ്ട് അവർ വായിച്ചതിനു ശേഷം അവ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. അവ മറ്റെവിടെയെങ്കിലും വെച്ച് ഉറങ്ങണം. ഇവ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങിയാൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും നേരിടേണ്ടി വരും. അതുപോലെ എണ്ണക്കുപ്പികളും ഒരിക്കലും തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങരുത്. അങ്ങനെ ഉറങ്ങിയാൽ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പണം വെള്ളം പോലെ ചെലവായി പോകും. ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് ഷൂസും ചെരുപ്പുകളും ഇല്ലെന്ന് ഉറപ്പാക്കണം. ആരെങ്കിലും തലയുടെ അടുത്ത് ചെരുപ്പുകൾ വെച്ച് ഉറങ്ങിയാൽ അവരുടെ പേരും പ്രശസ്തിയും നശിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പലരും ആ ചെരുപ്പുകൾ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങാറുണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോൾ ഇത് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ഈ തെറ്റ് മാത്രം ചെയ്യരുത്. പലരും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തലയിണയുടെ അടിയിൽ പേഴ്സ് വെച്ച് ഉറങ്ങാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ തലയിണയുടെ അടിയിലോ തലയുടെ അടുത്തോ പേഴ്സ് വെച്ച് ഉറങ്ങിയാൽ ലക്ഷ്മിദേവിക്ക് കോപം വരും. ലക്ഷ്മി കടാക്ഷം കുറയും. സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. ഈ ദിവസങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സാധാരണ തെറ്റ് എന്തെന്നാൽ ഫോൺ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങുന്നതാണ്. ഫോൺ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങിയാൽ ശരിയായി ഉറക്കം കിട്ടില്ല. ദുസ്വപ്നങ്ങൾ വരും. ആരോഗ്യത്തിനും നല്ലതല്ല. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് അബദ്ധത്തിൽ പോലും ഫോൺ വെക്കരുത്. കഷ്ടപ്പാടുകൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. അതുപോലെ ഉറങ്ങുമ്പോൾ തലയുടെ അടുത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും ഒരിക്കലും വെക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്കുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെടും. ഭാവിയിൽ വലിയ കഷ്ടപ്പാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓർമ്മിച്ച് ഈ നിയമങ്ങൾ പാലിക്കുക. ഉറങ്ങുമ്പോൾ അബദ്ധത്തിൽ പോലും തലയുടെ അടുത്ത് ഈ വസ്തുക്കൾ വെക്കരുത്. സ്വന്തം കൈകൊണ്ട് കഷ്ടപ്പാടുകൾ ക്ഷണിച്ചു വരുത്തരുത്. കട്ടിലിനടിയിൽ എന്ത് വസ്തുക്കൾ വെച്ച് ഉറങ്ങിയാൽ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുമെന്ന് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അറിയാം. എല്ലാവരും ധനം സമ്പാദിച്ച് ധനികരാകാൻ ആഗ്രഹിക്കുന്നു. ധനത്തിന് ഒരു കുറവുമില്ലാതെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലർക്ക് കയ്യിൽ ആവശ്യത്തിന് ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാത്ത എല്ലാവർക്കും സമ്പന്നരാകാനും പണത്തിന് ഒരു കുറവുമില്ലാതെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയിക്കുകയും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുകയും ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കട്ടിലിനടിയിൽ ചുവന്ന ചന്ദനക്കട്ട് വെക്കണം. ഇങ്ങനെ ചുവന്ന ചന്ദനക്കട്ട് കട്ടിലിനടിയിലോ തലയിണക്കടിയിലോ വെച്ച് ഉറങ്ങുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. ഇതിലൂടെ നിങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഭാഗ്യം നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു മീനിന്റെ ആകൃതി ഉണ്ടാക്കി അത് ലോക്കറ്റ് പോലെ കഴുത്തിൽ ധരിക്കണം. അല്ലെങ്കിൽ ആ ഫിഷ് ലോക്കറ്റ് കട്ടിലിനടിയിൽ വെച്ച് ഉറങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് കൂടാതെ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും. ഇതിലൂടെ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജാതക പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഒരു സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ നിങ്ങൾ ഉറങ്ങുന്ന തലയിണക്കടിയിൽ വെക്കുന്നതിലൂടെ നിങ്ങളുടെ ജാതക പ്രശ്നങ്ങളും ദാരിദ്ര്യവും മാറിപ്പോകും. ഇതിലൂടെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും
അതിൽ വിജയം നേടും. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വെള്ളി പാത്രത്തിൽ വെള്ളം എടുത്ത് ആ വെള്ളം നിങ്ങളുടെ തലയുടെ അടുത്ത് വെച്ച് ഉറങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കും. അടുത്ത ദിവസം രാവിലെ ആ വെള്ളം ഏതെങ്കിലും മരത്തിന് ആദ്യം ഒഴിക്കേണ്ടത് വെള്ളിയാണ്. അത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രൻ മനസ്സിന്റെ അധിപനായതുകൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടുകയും ചെയ്യും. നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ മാറണമെങ്കിൽ എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പിച്ചള പാത്രത്തിൽ വെള്ളമെടുത്ത് നിങ്ങളുടെ തലയുടെ അടുത്തുവെച്ച് ഉറങ്ങണം. അടുത്ത ദിവസം ആ വെള്ളം ഒരു മരത്തിന്റെ ചുവട്ടിലോ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും മുക്തി നേടുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഭാഗ്യം നന്നായി ലഭിക്കണമെങ്കിൽ സിംഹത്തിന്റെ തല ഒരു മോതിരമാക്കി മോതിരവിരലിൽ ധരിക്കണം. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളിലോ ഭാഗ്യം ലഭിക്കണമെങ്കിൽ സിംഹത്തിന്റെ തല ഒരു മോതിരമാക്കി മോതിരവിരലിൽ ധരിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അമിതമായ ഭാഗ്യം ലഭിക്കും. സിംഹം അധികാര സ്ഥാനങ്ങളുടെ പ്രതീകമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളുടെ മുകൾ ഭാഗത്ത് സിംഹത്തിന്റെ ചിഹ്നങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ജന്മനക്ഷത്രമോ നിങ്ങൾ ജനിച്ച തിഥിയോ തീയതിയോ അനുസരിച്ച് സ്വർണം, വെള്ളി അല്ലെങ്കിൽ പഞ്ചലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച സിംഹത്തിന്റെ തലയുള്ള മോതിരം ധരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷനുകൾ ലഭിക്കും. സിംഹത്തിന്റെ തലയുള്ള മോതിരം ധരിക്കുന്നതിന് മുമ്പ് ശ്രീമന്നാരായണമൂർത്തി ക്ഷേത്രത്തിൽ ആ മോതിരത്തിന് പൂജ ചെയ്യിച്ചതിനു ശേഷം നിങ്ങളുടെ വലത് കൈയിലെ മോതിരവിരലിൽ ധരിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വാക്കിന് വില വർദ്ധിക്കുകയും നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് ധനത്തിന് ഒരു കുറവുമില്ലാതെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ സാധിക്കും. അപ്പോൾ കേട്ടല്ലോ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കട്ടിലിനടിയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വസ്തുക്കൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും നിങ്ങൾക്ക് അഖണ്ഡ ഐശ്വര്യം ലഭിക്കുകയും ചെയ്യും.